അതേ, ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി പോവാണ്. പൊയ്ക്കോന്നല്ല, വീട് തുറന്ന് മലർത്തിയിട്ടിരിക്കുകയാണ്. അങ്ങോട്ടും കൂടി ഒരു കണ്ണ് വേണം. ഈലോട്ട് നോക്ക്, ഈലോട്ട് മാത്രം പോരാന്ന്. ഞാൻ നോയിക്കോളൂ, ഈ പൊയ്ക്കോ. ഇവിടെ പോയി മിഥുനങ്ങൾ കൊക്കുരുമാനൊന്നും ഇല്ലേ? എടി, എന്റെ വീടിന് മുമ്പിലുള്ളൊരു വില്ലയില്ല, അവിടെ ഒരു ന്യൂജൻ കപ്പിൾസ് വന്നിട്ടുണ്ട്. ഒരു വരട്ടെ. അവര് പെരുന്നയിലല്ല കാര്യം. കുട്ടി നിക്കറിട്ടിട്ട് ഒരു പെൺകുട്ടി ഉണ്ടല്ല, ഇങ്ങനെ നടക്കുക ചെയ്യും. കാണുമ്പോ തന്നെ നമുക്കൊരു ചുറ്റൂട്ടത്തൊക്കെ ഫാമിലി ഇല്ലേ, എന്റെ വീട്ടിലും പിള്ളേരില്ലേ. അതിനെന്താ ചേച്ചി? ഇതിനെന്താന്ന് ചെക്കനും പെണ്ണും അവിടെ കാണിച്ച് കൂട്ടുന്ന അഭ്യാസങ്ങളുണ്ടല്ലോ. എടി, നമ്മുടെ ഫോണിലൊക്കെ ഉള്ള കുറെ ചീത്ത സൈറ്റുകളില്ലേ, അത് തന്നെ. അവരവിടെ രഹസ്യമായിട്ടൊക്കെ ചെയ്യുന്നു, ഇവരിവിടെ പരസ്യമായിട്ട് ചെയ്യും. അയ്യോ അയ്യോ സീത, ഇത് പറ്റിയത് ഇല്ല. ഞാൻ തന്നെ അല്ലെങ്കിൽ വീണെടുക്കാം. അതിന്റെ ഉൾക്കൂടെ നീയും വീഴുന്നത്. നീ ഇതെങ്ങോട്ടാണ് നോക്കണത്? ഇത് വല്ലതും കാണുന്നുണ്ടോ മനുഷ്യ? അതും അപ്പുറത്തെ പുതിയ താമസക്കാരല്ലേ, ചെറുപ്പക്കാര്. അടുത്ത കല്യാണം കഴിഞ്ഞാലോ? അതിനെന്തേ? അതിനെന്തേ? സാമൂഹിക പ്രതിബദ്ധത വേണം, പബ്ലിക് കമ്മിറ്റ്മെന്റ്. അപ്പുറത്തെ വീട്ടിലേക്ക് ഒഴുങ്ങി നോക്കിയിട്ടാണ് അതിന്റെ പ്രതിബദ്ധത ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിലുള്ളവരെന്നുള്ളതൊക്കെ നമുക്കൊരു ഉത്തരവാദിത്വമൊക്കെ ഉണ്ട്, നോക്കിന്നൊക്കെ വരും. അതിനെങ്ങനെയാ? ഒരു കാര്യത്തെ കുറിച്ചൊരു വിചാരവും ഇല്ലല്ലോ. എന്തേ മൊബൈൽ എവിടെ പോയി? അവയവായിരുന്നല്ലോ, എവിടെ പോയി? ഇല്ലേ? ഇവിടെ ഞാനിവിടെ ഉണ്ടെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിങ്ങൾക്ക്? ഈ കുടുംബത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ? എനിക്ക് 2 മക്കളുണ്ടായിട്ടുണ്ടല്ലോ, ഓരിപ്പോ സ്കൂളിലേക്ക് പോയി. അത് നിങ്ങൾ കണ്ടിനോ? എന്നിട്ട് ഞാനൊന്നും അങ്ങോട്ട് നോക്കിയനാണ്. കൊണ്ടപ്പാവിക്കണ്ട. അപ്പുറത്ത് 2 നിൽക്കുന്നോണ്ട് മനുഷ്യന് സ്വൈര്യല്ലാണ്ടായി പോയല്ലോ. ഇതൊക്കെ അകത്ത് പോയിട്ട് കാണിച്ചു. അതൊക്കെ പുറകില് കണ്ടല്ലോ, വീട് കണ്ടല്ലോ, മനസ്സിലായി. കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. ഇപ്പൊ ഞാൻ പറയുമ്പോ നോക്കാൻ നിൽക്കരുത് കേട്ടോ. നോക്കിയ കഴിഞ്ഞ് അവര് വിചാരിക്കും ഞാനിത് നിനക്ക് പറഞ്ഞു തന്നു, നമ്മളിവിടെ പാട്ടാക്കി, അങ്ങനെ ഇപ്പോഴൊന്നും നോക്കാൻ നിൽക്കരുത്. നമ്മളെ വീടിന്റെ മുമ്പിലെത്തിയിട്ട് നോക്കരുത് നോക്കരുത്. കാണാനാണോ? അറിയിട്ടല്ലേ വന്നത്? നീ കണ്ടേ ഫോൺ, മനസ്സിലായോ? ഇനി അവിടെ നിന്നാ നിനക്ക് കാണാൻ പറ്റുമോ? നീ ഇങ്ങോട്ട് കയറി പറഞ്ഞാൽ മനസ്സിലാവും. കേറി നിന്നിട്ടേ അവിടേക്ക് നല്ല നോക്കണം ഞാൻ പറയുമ്പോ. രാവിലെ തന്നെ ഷോപ്പിംഗ്. ചെറുതായിട്ടൊരു ഷോപ്പിംഗ് ഒക്കെ. ഞാനേ കഴിഞ്ഞ ദിവസം ഒന്ന് വീണു. അയ്യോ ചേച്ചി പറഞ്ഞു. ഞാനും കഴിഞ്ഞ മാസം വീണതാ, കൈയൊക്കെ ആകെ സ്ക്രാച്ച് ആയി. ഇപ്പൊ മാറി മാറി. ഡോക്ടർ എന്താ പറഞ്ഞു? ഡോക്ടർ ഇല്ലല്ലോ, വലിയ കുഴപ്പമൊന്നുമില്ലേനോ. എനിക്കിവിടെ നല്ല പരിക്കാ. എനിക്ക് 2-3 ഫ്രാക്ചർ ഉണ്ട്. അതങ്ങനെ കെട്ടി കഷ്ടായില്ലേ. പുള്ളി വന്നോ ഗൾഫിൽ? ഞാനെന്നാ പോട്ടെ ചേച്ചി. ചെരുപ്പിൽ ഇവിടെ കൊണ്ടുചിട്ടത് എല്ലാ പണി ഞാൻ തന്നെ ഇവിടെ ചെയ്യണം. എന്താ കിട്ടത് ഇവിടെ? ഫുൾ റെസ്റ്റാ. എല്ലാം വരിച്ച് വാരിയിട്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമായത്. ലവ് ബേർഡ്സ് തന്നെ. ഒരു സഹോദരൻ എടുത്ത് വെച്ചേക്കൂല. എന്തൊരു കഷ്ട. ഞാനിത് എന്താക്കിട്ടതാന്ന്.
എന്തേ ഇതെന്താണ്? ഇതാര് തിന്നിട്ടാ? അതിനെന്താ ഞാൻ കഴിച്ചിട്ട് എന്തേ അതിനെന്തായി? എന്തേന്നോ? ഇതൊന്ന് കഴുകി വെച്ചൂടെ? ഇത് ഞാൻ കഴിക്കണ? പിന്നെ ആര് കഴുകൂ? ഇടയ്ക്ക് സുഖമില്ലാണ്ടിരിക്കല്ലേ? ഓ, നിങ്ങളെ സുഖമില്ലായ്മൊക്കെ ഞാനിപ്പോ കണ്ട്. എന്ത് കണ്ട്? എന്തായാലും ഒരു പുന്നാരിക്കല്. ഓളെ കൈ ഏതോ ഒരു മാസത്തിൽ ഏതോ ഒരു ദിവസം ഒന്ന് വീണ് ചെറുങ്ങനെ ഒന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് തൊടലും പിടിക്കലും സ്നേഹമൊക്കെ ഉണ്ടോ? നമ്മുടെ വീട്ടില് വന്ന ഒരാളല്ലേ, ഒരു വിശേഷം ചോദിച്ചല്ലേ ഞാന്. ആദ്യം വീട്ടിലുള്ള പെണ്ണിനെ നോക്കും, എന്നിട്ട് വന്ന പെണ്ണിനെ നോക്കാം. അതിനെങ്ങനെയാ? എനിക്ക് അത്ര കളറൊക്കെ ഇല്ലേ ഉള്ളൂ, ഓളെ പളപ്പളപ്പൊന്നും ഇല്ലല്ലോ. എനിക്ക് മനസ്സിലാവും. വൃത്തിയായിട്ട് വർത്താനം പറയത്തിട്ടോ. നിങ്ങൾക്ക് വൃത്തിയോട് കാണിക്കാം. ഞാൻ എന്ത് കാണിച്ചു? ഞാൻ പറഞ്ഞേലാണ് ഇപ്പൊ. അങ്ങോട്ട് നിൽക്കുന്നു. അതോട് വെച്ചേക്ക്, ഞാൻ കഴിക്കോളാം. വേണ്ട, ഞാൻ കഴിക്കോളാം. ഒരു കഷ്ടം അത്. രാവിലെ തുടങ്ങുമ്പോഴത്തെ പണി ചെയ്യാൻ മനുഷ്യൻ. എന്നാ അതിന്റെ എന്തെങ്കിലും ഒരു സ്നേഹോ കരുണയോ ദയോ എന്തെയൊന്നും കാണിക്കില്ലേ? ഒന്നും കാണിക്കില്ല. ഇവിടെ കുട്ടികളുണ്ടെന്നൊരു വിചാരമില്ല, ഞാനുണ്ടെന്നൊരു വിചാരമില്ല, ഈ ഭൂമി തന്നെ ഉണ്ടെന്നൊരു വിചാരമില്ല. കറണ്ട് ബിൽ അടിക്കാൻ ഞാൻ വേണം, അടിക്കണം, തുടയ്ക്കണം, തിരുമ്പണം, എല്ലാ കാര്യം ചെയ്യണം. എന്നാ എന്തെന്ന് വേണോ? എന്താ? ആ മൊബൈലാണ് 24 മണിക്കൂർ. അങ്ങോട്ട് വരാവോ? കുമാരേട്ടാ, പണി കഴിഞ്ഞാ? വാന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. താങ്ക് യു കുമാരേട്ടാ. നാളെ എടുത്തോളാം. ഓ, അവിടെയൊക്കെ ആകെ അലമ്പായി കിടക്കുക. നാളെ രാവിലെ തന്നെ പറഞ്ഞേ. രാവിലെ വരാം. പോട്ടെ. കുമാരൻ, സീതേച്ചേ, സീതേച്ചി. കുമാരേട്ടാ, നീ കണ്ടീനോ എന്ത്? 2 ഇണക്കുരുവികളെ? എന്താ രസം, എന്താ ജീവിതം, എന്താ സ്നേഹം. ഓ, ആ സ്നേഹത്തിന്റെ മുന്നിൽ ഞാൻ കുറവായിപ്പോയി. ഐസ്ക്രീം കൊടുക്കുന്നു, കുടിക്കുന്നു, ഇവിടേക്കാന്നു രസം എന്നറിയാം. അതൊക്കെയാ ജീവിതം. ഇതെല്ലാം ആക്ടിംഗ് ആണ്. ആക്ടിങ്ങോ? പിന്നല്ല. ഒരു കുട്ടി നിക്കർ വിട്ട് ഒരുത്തൻ അവിടെ നിൽക്കുന്നില്ലേ, അവൻ ഇല്ലാത്തപ്പോ ബൈക്കിൽ വേറൊരുത്തൻ ഇവിടെ വന്നിറങ്ങും. ആ, എന്നിട്ട് ഇവള് വേഗ സ്നേഹത്തിൽ വന്ന് ഇവനെയും കുട്ടി മുകളിലോട്ട് പോകും. സീതേച്ചി കണ്ട? കണ്ടോന്നോ? എന്റെ കണ്ണുകൊണ്ട് കണ്ട്. എന്നിട്ട് ഇറങ്ങി വരുന്നതോ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ശരിക്കും ആലോചിക്കണം നമ്മള്. ചോദിച്ചാ പറയും ലിവിങ് ടുഗദർ എന്ന്. ഇത് പണ്ടുണ്ടായിരുന്നു, അതിന് പേര് വേറെയാന്ന് മാത്രം. നമ്മളോടെ കളി കുമാരേട്ടാ. മൊത്തം ഫേക്കല്ലേ? ഫേക്കാണ്, ഫേക്ക് ഉടായിപ്പാണ്.
സീതേ, എന്താ എടി നീ ഇപ്പൊ ചെയ്തു വെച്ചത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമെന്നറിയോ? എന്ത് ഗൗരവം? എടി, അവർ ജീവിതം ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളായിട്ട് എന്തിനാണ് ഈ അവരുടെ ജീവിതത്തിൽ പോയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓ, കണ്ടോലെ ജീവിതവും കാര്യങ്ങളും ഒക്കെ ഭദ്രതയൊക്കെ വേണം, കുടുംബ ഭദ്രതയൊക്കെ അല്ലേ? നിന്റെ കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അല്ലേ? എവിടെ പോയി? ഒരു കുന്ത്രാണ്ട ഉണ്ടായിരുന്നല്ലോ, പോയോ? മൊബൈലും പോയോ? 24 മണിക്കൂർ അതിലായിരുന്നല്ലോ. എടി, 16 വർഷമായി നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചിട്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 16 വർഷമായി നിങ്ങൾ ഇന്നെ കല്യാണം കഴിച്ചിട്ട്. നിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊരു ചിന്ത ഉണ്ടോ? നമ്മളെ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തൊരു ചിന്ത ഉണ്ടോ? എടി സീതേ, നീ എന്താടി? എടി, എനിക്ക് നീയും നമ്മുടെ മക്കളും മാത്രല്ലേ ഉള്ളൂ. ഞാൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ വർക്കിന്റെ സ്ട്രെസ് കൊണ്ടും പിന്നെ എന്റെ കാലിലെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം എനിക്ക്. ഞാനത് എന്തെങ്കിലും ഈ വീട്ടില് ആരെങ്കിലും അറിയിക്കാറുണ്ടോ? എനിക്കറിയാം എനിക്ക് ഈ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. അതിനുള്ളിൽ കൂടെ കുട്ടികളുടെ ട്യൂഷൻ, പഠിപ്പ്, പ്രശ്നങ്ങൾ എല്ലാം എനിക്കറിയാം. നീ എല്ലാം നോക്കുന്നുണ്ട്, ഞാൻ ഒന്നും അറിയുന്നില്ല. പക്ഷെ നീ എനിക്ക് നിന്നോട് സ്നേഹമില്ല എന്ന് മാത്രം പറയില്ലേ? നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളുള്ള കാര്യം എന്നോട് എന്താ പറയേണ്ടിയിരുന്നു? എനിക്ക് നീ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് ഓടുകയാണ്. ഞാനിവിടുത്തെ ഒരു കാര്യവും അറിയാറില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്നെന്തിനാടി ഞാൻ ടെൻഷനായിട്ട് ബീയുന്നത്? നീയും പിള്ളേരും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. സാരമില്ലടി, സാരമില്ല. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. നീ ഇപ്പം കൊളുത്തിവിട്ട ഒരു പടക്കല്ലേ, അതിന് എന്താവുമോ ആവോ? ഓക്കെ, ശരി ശരി. ഞാൻ വിളിക്കാം കേട്ടോ. എന്തോ മാരട്ടാ? അതെ എന്തോ മാരട്ടാ? അതെ, നേരത്തെ വിളിച്ചിട്ട് എന്തായി? ബേബി വിളിച്ചോ? അല്ല കുമാരേട്ടാ എന്തോ പറഞ്ഞല്ലോ? ഒന്നുമില്ല. ഞാൻ ചാക്കെടുത്ത കേട്ടോ, മറന്നുപോയി ചാക്കിന്റെ. നേരത്തെ വിളിച്ച കാര്യം എന്താ? അല്ലേ, അതൊക്കെ സില്ലി മാറ്റേഴ്സ് അല്ലേ, ഞാൻ ഡീൽ ചെയ്യൂലേ. ഓ ബേബി, ഐ വിൽ ബി റൈറ്റ് ബാക്ക്. ജസ്റ്റ് സെക്കൻഡ് കാര്യം. ഓക്കെ ബേബി. എന്തോ മാരട്ടാ? അത് സാറേ, ഒരു കാര്യം പറയാം. അത് സാറ് നല്ല മനുഷ്യനാണ്. ഞാൻ 2 ദിവസമായാലും ഇവിടെ പണിക്ക് വരുന്നു. സാറ് നല്ല കൂലിയും തന്നിട്ടുണ്ട്. അപ്പോൾ നന്ദികേട് കാണിക്കരുതാണ്. ഞാൻ കണ്ട കാര്യം പറയാനുള്ളത് സാറേ. എന്തോ മാരട്ടാ? അത് എന്താ വെച്ചാൽ സാറ് ഇല്ലാത്ത സമയത്തില്ലേ ഇവിടെ പലരും വന്നു പോകുന്നുണ്ട്. സാറത് ഒന്ന് ശ്രദ്ധിച്ചേക്കുള്ള. ഉറപ്പാണോ മാരട്ടാ? ഉറപ്പാ. കുമാരേട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാ. ഒരു മിനിറ്റ് മാറ്റാ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. പൈസ എടുക്കാൻ പോയായിരിക്കും. നീ എന്താണ് എന്റെ ബേബിനെ പറ്റി പറഞ്ഞേ? ഓന്റെ ഒരു പേസ്റ്റ്. എല്ലാം ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇല്ലാതെ ഇവിടെ സെറ്റാണ്. എന്റെ കൂടെ നിന്ന് എന്ന് തന്നാ മതി. ഇതുവരെ ഞാൻ ഒരു സംശയത്തിന് അടവരുത്തിയിട്ടില്ല. എല്ലാ പ്ലാനും സക്സസ് ആക്കണോ? മമ്മി, ശരി എന്നാ.
ഓക്കെ. മമ്മിയായിരുന്നു. ബേബി എങ്ങോട്ട് പോയതാ? ഒന്നുമില്ല, വെറുതെ പുറത്തു പോയത്. ഈ വാക്കത്തേക്ക് ആയിട്ട് ഇങ്ങോട്ട് വെറുതെ. ഞാൻ എന്താ വരുന്നേ? എന്റെ ബേബി സോളമന്റെ കാര്യമൊന്നും പറയാതിരിക്കുക ഭേദം. സോളമൻ ഓഫീസിലുണ്ടെങ്കിണ്ടല്ലോ ഒരു പ്രത്യേക വൈബാ. സോളമൻ ഇല്ലാത്ത ദിവസം എനിക്ക് ഓഫീസിൽ പോവാൻ തന്നെ തോന്നില്ലേ. ഒരു ഇൻട്രസ്റ്റ് ഇല്ല നേരം പോവാണ്ട്. സോളമൻ പോയ തുറന്നാ കോമഡിയാ. ചിരിച്ചിരിച്ചിരുന്നുണ്ട്. സോളമന്റെ കാര്യം പറഞ്ഞേ. സോളമൻ എന്ന് പറഞ്ഞ ഓഫീസിൽ നിറച്ച ആൾക്കാരുള്ള പോലെയാ. ഇല്ലെങ്കിലോ ആരുമില്ല. എനിക്ക് ഓഫീസിൽ ഞാൻ ലീവ് എടുക്കാന്ന് പോവാനെനിക്ക് തോന്നില്ലേ. അത്രയ്ക്ക് വായ്പാ സോളമൻ. നമുക്ക് ആലോചിക്കുമ്പോ ചിരി വരെ ഇപ്പോഴും കുറെ കാര്യങ്ങളൊക്കെ. എന്താ ബേബി എന്താ വല്ലാണ്ടിരിക്കുന്നെ? മമ്മിക്ക് സുഖല്ലേ? ആ മമ്മി ഓക്കെ. സോളമൻ ഇല്ലാത്ത ദിവസം എനിക്ക് ഓഫീസിൽ പോവാൻ തന്നെ തോന്നില്ലേ. ഒരു ഇൻട്രസ്റ്റ് ഇല്ല നേരം പോവാണ്ട്. സോളമൻ പോയ തുറന്നാ കോമഡിയാ. ചിരിച്ചിരുന്നുണ്ട്. സോളമന്റെ കാര്യം പറഞ്ഞേ. എന്താ ബേബി എന്റെ ബേബി കത്തിയൊക്കെ ആയിട്ട്? അത് ഞാൻ ഈ കേക്കിന്റെ മണം വന്നപ്പോഴേ മുറിക്കാൻ വേണ്ടി കത്തി കൊണ്ടുവന്നു. ബേബിക്ക് എന്താ പറ്റിയേ? എന്താ ബേബിക്ക് പറ്റിയത്? എന്നോട് കളവ് പറയുന്ന എന്താ? ബേബി സോറി ബേബി, ഞാൻ ആ കുമാരൻ എന്തൊക്കെയോ പറഞ്ഞപ്പോ ഞാൻ മൈൻഡ് ഔട്ടായി. ഞാൻ നിന്നെ സംശയിച്ചു പോയി. സോറി സോറി, ഞാൻ വേണേ കാല് ഓടിക്കാൻ. സോറി, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറി സോറി. ബേബിക്ക് എന്നോട് ട്രസ്റ്റ് ഉണ്ട്? ഉണ്ട് ബേബി, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ട്രസ്റ്റ് നിന്നെയാണ്. പക്ഷെ എനിക്ക് ആ മൈൻഡ് ഉണ്ട്. സോറി സോറി, ഞാൻ എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ഈ സമയത്ത്. സോറി. ഞാൻ ബേബിക്ക് വേണ്ടി സർപ്രൈസ് ഒക്കെ ഒരുക്കിണ്ടായിരുന്നു. ബേബി ഹാപ്പിയാണ്? നല്ല ഹാപ്പിയാണ്. ബേബി ഇതാ സോളമൻ വിളിക്കുന്നു. ബേബി അറ്റൻഡ് ചെയ്യ് ബേബി. ആ ഹലോ സോളമ. ആ ഇത് നമ്മൾ വിചാരിച്ച പോലെ എല്ലാം ഭംഗിയായി. ആ ഓ ബേബി ഭയങ്കര എക്സൈറ്റഡ് ആയി, ഹാപ്പി. എന്റെ സോളമ നിന്റെ ഒരു കുറവുണ്ടായിരുന്നു, നിനക്കും കൂടി വരായിരുന്നു. നല്ല ചില്ലായേനെ. നമുക്ക് ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്ത് രസമായിരുന്നു അറിയോ. എല്ലാവരും ഹാപ്പി ആയേനെ. നമുക്കത് ഓഫീസിലൊക്കെ പറയായിരുന്നു. സെൽഫി ഒക്കെ എടുത്തിട്ട് എന്ത് രസമായിരുന്നേനെ. ആ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുമിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് നൈറ്റ് നല്ല വൈബാക്കായിരുന്നു.